നമ്മുടെ എമക്കുട്ടി റോളർ സ്കേറ്റ് വേണമെന്ന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഒരെണ്ണം മേടിച്ചു കൊടുത്തു. 2 പേർക്കും കൂടി ഇടാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ബ്ലൂവും ബ്ലാക്കും വരുന്ന ഒരു കളറുള്ളതാണ് മേടിച്ചത്. പിങ്ക് ഒന്നും അങ്ങനെ മേടിച്ചില്ല. ജോക്കൂട്ടിനും പാർക്കിൽ പോയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇതെല്ലാം വെച്ച് കെട്ടി വരുമ്പോഴത്തേക്കും നേരം വെളുക്കും. കയ്യിലും കാലിലും എല്ലാം പാഡെല്ലാം വെച്ച് വേണം ഇറക്കാൻ, അല്ല വീണ് കഴിഞ്ഞാലേ. ഇനി ജോപ്പന് അവൻ്റെ കുഞ്ഞ് സ്കൂട്ടറും എടുത്തു കൊടുത്തു. അപ്പം അവന് ഹാപ്പിയായി. എംകുട്ടി നല്ല ബാലൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവള് എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെ പൂച്ച പോലെ എങ്ങനെ വീണാലും നാല് കാലേ വന്ന് വീഴും. നന്നായിട്ട് ബാലൻസ് ഒക്കെ ചെയ്തു. പക്ഷെ ആൾ അത്ര ഹാപ്പി ആയിരുന്നില്ല. കാരണം ഇതൊരു പാർക്കായിരുന്നോണ്ടേ എന്നിട്ട് പാർക്കിൽ പോയി ബാലൻസ് ചെയ്യുന്നുണ്ടല്ലോ. കളിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതൽ നിന്നത്. നോക്കി വെച്ചാ മതി. അങ്ങനെ റോളർ സ്കേറ്റ് നേരെ നോക്ക്. ചെയ്യുന്നതിന്റെ കാര്യമൊക്കെ ആളങ്ങ് വിട്ടുപോയി. പിന്നെ അവർ രണ്ടുപേരും കൂടെ കുറച്ച് നേരം അതിലേക്ക് ഇറങ്ങി നടന്നിട്ട് പയ്യെ തിരിച്ചു വന്നു. പക്ഷേ കുറേയൊക്കെ അവൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനും ഇജോക്കുട്ടനും കൂടെ പിന്നെ അവൻ നോക്കിയ സ്ലൈഡിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതൊക്കെ ഭയങ്കര ഓട്ടം കണ്ടോ, അങ്ങനെ തുള്ളി തുള്ളി അവൻ അതിൽ നടക്കുമായിരുന്നു. പിന്നെ സ്വിങ്ങിൽ കയറിയ പിന്നെ അവൻ ഇറങ്ങി വരത്തേയില്ല, ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും തിരിച്ചു വരുന്നുണ്ട്. അടുത്ത റൗണ്ടിന് പോവാൻ വീട്ടിൽ പോവാം. വേണ്ടേ? എടുക്കട്ടെ? ജോക്കുട്ട എടുക്കട്ടെ മമ്മ? ജോപ്പാ, ജോക്കുട്ട പോവാം. പോവാം. എടാ ഭയങ്കര ആരാ വരുന്നേന്ന് നോക്കി, ഇതാരാ വരുന്നേന്ന് നോക്കി. ആണോ? ഇഷ്ടപ്പെട്ടില്ല കുട്ടി? ഇത് ബാലൻസ് കിട്ടുമ്പോ നല്ല രസമല്ലേ? സ്കൂട്ടർ ഉണ്ടല്ലോ. അയ്യോ, അങ്ങനെ പൊന്നുട്ടിക്ക് ഇഷ്ടായില്ലേ? റോളർ സ്കേറ്റ് വേണ്ടേ? ടയർഡായോ? അങ്ങനെ പൊന്നൂട്ടിയുടെ റോളർ സ്കേറ്റിന്റെ കൊതിയും തീർന്നു. കുറച്ചു നേരം പാർക്കിൽ കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ